ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അച്ഛാ, അപ്പൊ നാളെ ഞാനും അമ്മയും പോയേണ്ടി വരുമോ അച്ഛാ? ഏയ്, അങ്ങനൊന്നും പറയാതെ ചക്കരെ. ചോദിച്ച അത്രയും തന്നെ ഉണ്ട്. ഓക്കെ കിഷോറെ, വളരെ നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അറിയാലോ കാര്യങ്ങള്, കൃത്യമായ പലിശ. തന്ന എമൗണ്ടിന്റെ കാര്യം ഞാൻ ചോദിക്കുകയില്ല. അതാണ് നമ്മുടെ ഡീലിങ്സ്. കൈയറിയാതെ ഒരുപാട് കൊടുത്ത ആളാ ഞാൻ. അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നിരിക്കേ ഇപ്പോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. വരട്ടെ ചേട്ടാ. ഭാമേ, അപ്പോ ഒരാവശ്യം വന്ന സത്യഭാമയ്ക്ക് കൈനീട്ടി കാശ് മേടിക്കാൻ അറിയാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം പലിശക്കെടുത്തതാ. ഇനിയിപ്പോ ഒരുപാട് ആവശ്യങ്ങൾ വരികയല്ലേ. എടുത്താൽ മാത്രം പോരല്ലോ ഭാമേ, അത് കൊടുക്കാനുള്ള വഴിയും കൂടി കാണണ്ടേ? അതിനുള്ള വഴി സർവേശ്വരൻ കാട്ടിത്തരാതിരിക്കില്ല. മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് വീടെടുക്കണ്ടേ, കാര്യങ്ങൾ നടത്തണ്ടേ? അതിനെല്ലാം വേണ്ടത് പണമാ. ഇതിപ്പോ തികയോന്ന് സംശയം. അല്ല, വീടെവിടെയെങ്കിലും നോക്കിയായിരുന്നോ? ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള ഒരു വീട്. അവിടെ രാഘവേട്ടനും ഞാനും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് നമുക്കവിടെ കഴിയാം. ഒരാളും നമ്മളെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വരില്ല. ഒരാളെ നമ്മൾ ഭയക്കുകയും വേണ്ട. ഇനിയുള്ള കാലം സ്വസ്ഥതയും സമാധാനവുമായി ഒരാളുടെയും ശല്യമില്ലാതെ നമുക്കവിടെ കഴിയാം. ഈ സമയത്ത് ഇപ്പൊ ഇതാരാ? അച്ഛാ, അവിടെ നിൽക്കേ. എങ്ങോട്ട് കയറി പോവാ നീ? സത്യമേ. അല്ല, നീ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവളല്ലേ, പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഭാമേ, വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതെ. ഇത് അവളെ വിടല്ലേ? എന്നുവെച്ച് തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും തോന്നുമ്പോ കയറി വരാനും ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങിപ്പോയവരൊക്കെ ഇവിടുന്ന് ഇറങ്ങിയത് തന്നെയാ. അതിന് ഇനി ഒരു മാറ്റവും വരുത്തണ്ട. അച്ഛാ, സത്യാമ്മയോട് ഞങ്ങളെ വഴക്ക് പറയില്ലെന്ന് പറ. ഭാമേ, ഈ കുഞ്ഞോട് പറയുന്നത് കേട്ടില്ലേ നീ? നീ ചുമ്മാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ? രാഘവട്ടെ, ഇത് കടുംപിടുത്തൊന്നുമല്ല. ഈ അവസാന നിമിഷം ഇവളെ തന്ത്രപൂർവ്വം പറഞ്ഞു വിട്ടിരിക്കുന്നത് ശാരദാമ്മ തന്നെയാ. അവസാനായിട്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ഒരവകാശം പോലെ പറഞ്ഞു വിട്ടിരിക്കുക. എരന്ന് തിന്നുന്നവരെ തുരന്ന് തിന്നുന്ന കൂട്ടരല്ലേ. ഇതും ചെയ്യതിനപ്പുറം ചെയ്യും. ഒരുത്തി കിടക്കുന്നത് അറിഞ്ഞില്ലേ? ഇങ്ങനൊക്കെ ചെയ്യുന്നതിന്റെ കൂലിയാ ആ കിടക്കുന്നത്. സത്യമേ, എന്തിനാ ഇങ്ങനെ ശാപവാക്കുകളൊക്കെ പറയുന്നത്? ദ്രോഹം ചെയ്തു ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് ദ്രോഹമാ ഞങ്ങൾ ചെയ്ത്? എന്റെ അമ്മ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ എല്ലാരും. എന്റെ അമ്മ ഇവിടെ വന്നതല്ലേ. സത്യമ്മ തന്നെയല്ലേ എന്റെ അമ്മ ഇവിടെ നിന്ന് കണ്ടില്ലേ? ഇവളുടെ വീട്ടുകാരെ പറഞ്ഞപ്പോ അവളുടെ നാവിന് ജീവൻ വെച്ചത് കണ്ടില്ലേ? ഇനിയും ഞാൻ ഇവളെ ഇവിടെ വാഴിക്കണം എന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അവള് എവിടെ ഭാമ നിൽക്കേണ്ടത്?
അവളെ കെട്ടിക്കൊണ്ടുവന്നതേ ഈ വീട്ടിലേക്കല്ലേ? അവൾ നിൽക്കുന്നത് ഈ വീട്ടിൽ തന്നെ. ഓ നിന്നോട്ടെ, കോതി തീരുവോളം നിന്നോട്ടെ. ഹ്, ജപ്തി ചെയ്യുന്നത് വരെയല്ലേ നിൽക്കൂ. സത്യമ്മേ, അമ്മ ഇറക്കി വിടല്ലേ സത്യമ്മേ. ഇറക്കി വിട്ട ഞാനും കൂടെ പോവും. അമ്മ ഇറക്കി വിടല്ലെന്ന് പറ അമ്മേ. ഭാമേ, ദേ ഈ മോളെ ഓർത്തെങ്കിലും നീ ഒന്ന് ക്ഷമിക്കേ. മോള് കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ഇറക്കി വിടുന്നില്ല. പക്ഷെ നാളെ രാവിലെ പോയിക്കൊള്ളണം. ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാ. ഇതില് വേറെ ആരും വേണ്ട. ഞങ്ങള് മാത്രം മതി, ഞങ്ങള് മാത്രം. അച്ഛാ, അമ്മ പറഞ്ഞിട്ടാ ഞാൻ. അറിയാം മോളെ, വരട്ടെ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. അച്ചച്ചാ, അപ്പൊ നാളെ ഞാനും അമ്മയും പോയേണ്ടി വരുമോ അച്ചച്ചാ? ഏയ്, അങ്ങനൊന്നും പറയാതെ ചക്കരെ. ജില്ലാ കളക്ടർ ശാലിനിയുടെ അഭാവത്തിൽ ഇനി മുതൽ ജില്ലയുടെ ഭരണം താൽക്കാലികമായി ഏറ്റെടുത്ത ADM ജോൺ എബ്രഹാം സാറിന് ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്വാഗതം ചെയ്യുമ്പോ സാധാരണ പൂച്ചണ്ട്, ബൊക്കെ, ഇതൊക്കെയല്ലേ കൊടുക്കുന്നേ? ഇതിവിടുത്തെ ഒരു ആചാരവാ. ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്ന സമയങ്ങളിലെല്ലാം ഇതുപോലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങ് നടത്തും. ഇതിപ്പോ ഡബിൾ സന്തോഷമല്ലേ വന്നിരിക്കുന്നത്. പ്രധാന ശത്രുവായ ശാലിനി വീണു. ആ സ്ഥാനത്തേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് കടന്നു വരികയും ചെയ്തു. അപ്പൊ cheers. Cheers. ജോൺ സാറേ, ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ജപ്തി നടപടികളോട് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ പറയും.